എല്ലാവർക്കും നമസ്കാരം. വഞ്ചിപ്പാട്ട് സ്വാഭാവികമായും എല്ലാവർക്കും വളരെ പരിചിതമാണ്. എത്രയോ വർഷങ്ങളായി പരിചിതമാണ്. ഇതിന് ഭക്തിയാണുള്ളതെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ വേറിട്ട് ഭക്തിഭാവത്തെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പലരും എന്നോട് സംശയം ചോദിക്കുകയും ചെയ്തു രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ. പൊതുവെ അത് ഭക്തിയാണല്ലോ എന്ന് പറയാം. നമ്മുടെ കൃതികളിൽ മുഴുവൻ വിളങ്ങുന്നത് ഭക്തിയാണ്. ഇപ്പൊ വഞ്ചിപ്പാട്ടിന് കുറെ കൂടി ഗഹനതയുണ്ട്. ഈ ഗഹനത വരുന്നത് ഇതിന്റെ രചനയിൽ നിന്നാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അധ്യാത്മരാമായണം നമ്മളങ്ങോട്ട് വായിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അധ്യാത്മരാമായണത്തിൽ ഋഷീശ്വരന്മാരുടെ അടുത്ത് ചെന്ന്, ആചാര്യന്മാരുടെ അടുക്കൽ ചെന്ന് അധ്യാത്മരാമായണം പഠിക്കുമ്പോൾ അവരിതിന്റെ ഗഹനതകൾ പറഞ്ഞു തരും. ഉദാഹരണത്തിന് ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുക. രാമായണത്തിനകത്ത് ഓരോ ഈരടിയിലും ര, മ, യ, ന എന്നീ ബീജാക്ഷരങ്ങളുണ്ട്. അധ്യാത്മരാമായണം എടുത്ത് നോക്കിയാൽ മതി. ഓരോ ഈരടിയിലും ഈ ബീജാക്ഷരങ്ങളുണ്ട്. ചെങ്കോട്ടുകോണത്ത് സ്വാമിയോട് ചോദിച്ച് ബീജാക്ഷരങ്ങൾ ഇതിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക നിഗൂഢതകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിഗൂഢതയുണ്ട്. ര എന്ന് പറയുന്നത് അഗ്നിബീജമാണ്. മ എന്ന് പറയുന്നത് കാമബീജമാണ്. ഇങ്ങനെ ഇത് ഓരോ ബീജാക്ഷരങ്ങളാണ് ഓരോ ഈരടിയിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പണ്ട് കാലത്ത് എന്തെങ്കിലുമൊക്കെ ഭൗതികമായും ആധ്യാത്മികമായും എന്തെങ്കിലും നേടണം ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരമായി ആചാര്യന്മാർ സാധാരണക്കാർക്ക് നിർദ്ദേശിച്ചിരുന്നത് രാമായണത്തിന്റെ ഉപാസനമാണ്. ഗുരുതരമായ രോഗങ്ങളൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ എവിടെ പോകാൻ? ഇന്നത്തെ സൗകര്യങ്ങളൊന്നും വന്നില്ല. അപ്പൊ ആചാര്യന്മാർ പറയും, ആ സുന്ദരകാന്ഡം എടുത്തു വെച്ച് ഉപാസന ചെയ്താൽ മതി എന്ന് പറയും. ഇത് മിനിറ്റ് വെച്ച് ഫലം ചെയ്യും. ഇത് ഭാഗവതത്തിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. രചിക്കുന്ന സമയത്ത്, ഋഷീശ്വരന്മാർ ഇത് രചിക്കുന്ന സമയത്ത് ഇതിനകത്തെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് നമ്മളത് ഉച്ചരിക്കുന്ന സമയത്ത് ഒരു പ്രാണോർജം ഉണ്ടാകത്തക്ക രീതിയിലാണ്. ഇതാണ് ഈ നാമജപത്തിന്റെ മഹത്വവും ഇത് തന്നെയാണ്. നമ്മൾ വിചാരിക്കും വേദമന്ത്രങ്ങളോ അല്ലെങ്കിൽ ഭാഗവതമോ രാമായണമോ ഒക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഭാഗവതത്തിൽ ഓരോ അക്ഷരങ്ങളും കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഓരോ പ്രത്യേക ക്രമത്തിലാണ്. അപ്പൊ നമ്മളിത് ഉച്ചരിക്കുന്ന സമയത്ത് ഒരു പ്രാണോർജം ഉണ്ടാകും. ഈ വൈറ്റൽ ഇലക്ട്രിസിറ്റി, വൈറ്റൽ ഫോഴ്സ്, ഹ്യൂമൻ ഇലക്ട്രിസിറ്റി, ഹ്യൂമൻ ഫോഴ്സ് എന്നൊക്കെ പറയുന്ന ഒരുതരം ഇലക്ട്രിസിറ്റി. ഇതിന് പ്രാണൻ എന്നാണ് സംസ്കൃതത്തിൽ പറയുക. നമ്മുടെ ശരീരത്തിലെ സകല കാര്യങ്ങളും ചെയ്യുന്ന, ശരീരത്തിൽ മാത്രമല്ല പ്രപഞ്ചത്തിലെ മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പ്രാണോർജം. ഇതിന് പ്രാണൻ എന്നാണ് സംസ്കൃതത്തിൽ ആചാര്യന്മാർ വിളിക്കുന്നത്. അപ്പൊ ഈ പ്രാണോർജത്തിന്റെ വിനിയോഗങ്ങളാണ്, അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതാണ് ഋഷീശ്വരന്മാരുടെ രചനകൾ മുഴുവൻ. അപ്പൊ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ നമ്മുടെ ആ ഉദ്ദേശം നടക്കും. ഇപ്പൊ ആറന്മുളയുമായിട്ട് ബന്ധമുള്ള എല്ലാ കക്ഷികൾക്കും ആറന്മുള വിലാസം പാട്ടിനെ കുറിച്ചറിയാം, ഹംസപ്പാട്ടിനെ കുറിച്ചറിയാം. ശ്രീരംഗച്ചേട്ടൻ്റെ ഹിസ്റ്ററിയുമായിട്ടൊക്കെ രംഗത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് വലിയ പ്രചാരമായി. അദ്ദേഹം ആറന്മുള ഹംസപ്പാട്ട് പ്രിന്റ് ചെയ്ത് ആൾക്കാർക്കിടയിൽ സൗജന്യമായിട്ട് കൊടുത്തു. അപ്പൊ ഇത് എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ, ആറന്മുളയുടെ ചരിത്രമൊക്കെ കുറെ അധികം അതിനകത്തുള്ളത്. ചരിത്രകാരന്മാർ പലപ്പോഴും ചോദ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, യഥാതഥമായ കാര്യങ്ങളുമുണ്ട്. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. വലിവുള്ളവർക്ക് ഈ ഹംസപ്പാട്ടിൽ നിന്ന് ഉപാസന ചെയ്താൽ മതി. ആദ്യകാലത്ത് ഹംസപ്പാട്ട് ഉപയോഗിച്ചിരുന്നത് അതിനാണ്. ഹംസപ്പാട്ട് എഴുതിയ കവി ഇവിടെ ഒരു ദിവസങ്ങളും ആഴ്ചകളോളം ഭജനമിരുന്ന് അദ്ദേഹത്തിന്റെ വലിവ് മാറി. അത് വലിവ് മാറാൻ വേണ്ടി അദ്ദേഹം രചിച്ചതാണ് ആറന്മുള ഹംസപ്പാട്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിന്നീട് ഇതൊരു പതിവായിട്ട് മാറി. ആർക്കെങ്കിലും മാറാത്ത വലിവുണ്ടെങ്കിൽ
അവരിവിടെ തിരുവാറന്മുള വന്ന് തൊഴുത് ഭജനമിരുന്ന് സാധാരണഗതിയിൽ പണ്ട് ചെയ്തിരുന്നത് 9 അതിൻ്റെ ഗുണിതങ്ങളോ ദിവസങ്ങൾ ഭജനമിരിക്കും. എന്നിട്ട് ഈ ഹംസപ്പാട്ട് ഉപാസന ചെയ്യും. ഇങ്ങനെ വലിവ് മാറിയ ഒരു 10-12 പേരെ എനിക്കറിയാം. 12ഓളം പേരെ എനിക്ക് നേരിട്ടറിയാം. ഇതറിയാവുന്നത് കൊണ്ടാണ് പിന്നീട് ശ്രീരംഗൻ ചേട്ടൻ ഇത് സൗജന്യമായിട്ട് അടിച്ച് വിതരണം ചെയ്തത്. ഇപ്പോഴത് ലഭ്യമാണോ എന്ന് എനിക്കറിയില്ല. ആറന്മുള വിലാസം ഹംസപ്പാട്ടെന്ന് പറയും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി തിരുവാറന്മുളയപ്പന് സമർപ്പിച്ചതാണ്. ആ ഫോഴ്സ് അതിങ്ങനെ നിൽക്കുക. എത്ര കാലം ഈ ക്ഷേത്രം നിലകൊള്ളുമോ അത്രയും കാലം അത് നിൽക്കും. ഇതുപോലെയാണ് ഈ വഞ്ചിപ്പാട്ടും. വഞ്ചിപ്പാട്ട് നമ്മൾ വിചാരിക്കുന്നത് പള്ളിയോടങ്ങളിൽ പോകുന്ന സമയത്ത് ഒരു മൂച്ച് കിട്ടാൻ വേണ്ടി ഇവരിങ്ങനെ ചൊല്ലുന്നതാണ് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതൊന്നും അത്രയൊന്നുമല്ല. മൂച്ചൊക്കെ അതിൽ നിന്ന് കിട്ടുന്നത് ശരിയാണ്. പക്ഷെ അത് മാത്രമല്ല, അതിന് കുറെ നിഗൂഢതകളുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഈ പാട്ട് കുറെ അധികം ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് കേട്ടിട്ടുള്ള കഥകളൊന്നും ഇന്ന് ലഭ്യമല്ല. ഇന്ന് വളരെ കുറച്ച് കഥകളേ ഉള്ളൂ. നളചരിതം, സന്താനഗോപാലം, ഭീഷ്മപർവം, ഇങ്ങനെ കുറച്ച് കഥകൾ മാത്രമേ ഇപ്പോൾ പാടുന്നുള്ളൂ. ചില കരകളിൽ അവരിതല്ലാത്ത ചില പാട്ടുകളും പാടുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ വള്ളസദ്യ നടത്തുന്നത് ഇത്രയും ചെലവോടെ വള്ളസദ്യ നടത്തുന്നത് വെറുതെ ആരും നടത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങൾ സാധിക്കാനോ സാധിച്ചതിന് ശേഷമോ ആയിരിക്കും ഇത് ചെയ്യുക. അപ്പോ ഈ എന്ത് കാര്യത്തിനാണോ വള്ളസദ്യ നിങ്ങൾ നേർന്നിരിക്കുന്നത്, ഇത് കരക്കാരോട് പറയണം. ഏത് വള്ളത്തിനാണോ സദ്യ കൊടുക്കുന്നത് അവരോട് പറയും. അപ്പൊ അവര് ആ കാര്യസാധ്യവുമായി ബന്ധപ്പെട്ട പാട്ടായിരിക്കും പാടുന്നത്, ഈ വെള്ളം തുഴയുന്ന സമയത്ത് പാടുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയാണെങ്കിൽ സന്താനഗോപാലമാണ് പാടി തുഴയുക. എന്തെങ്കിലും കാര്യസാധ്യത്തിനാണ്, ഒരു പ്രശ്നത്തിൽ നിന്ന് വിമോചനം കിട്ടാനാണെങ്കിൽ ഭീഷ്മപർവം പാടും. ഇനി രോഗമോ ദുരിതമോ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അനൈക്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മൾ സാധാരണ ഇതിൽ കൂടോത്രം എന്നൊക്കെ പറയില്ലേ, ഇതുപോലെയൊക്കെയുള്ള ശല്യങ്ങൾ തോന്നുകയാണെങ്കിൽ അതിന് ചെയ്തിരുന്നത് ഗജേന്ദ്രമോക്ഷം പാടുമായിരുന്നു. അപ്പൊ ഞാനത് 1-2 കക്ഷികളോട് ചോദിച്ചു, ഗജേന്ദ്രമോക്ഷത്തിന്റെ പാട്ടുണ്ടോ? ആർക്കും അറിയില്ല. അതിപ്പോ ലഭ്യമല്ല ഗജേന്ദ്രമോക്ഷം. ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട പല കഥകളെയും ആധാരമാക്കി പാട്ടുകളുണ്ടായിരുന്നു. വിവാഹം നടക്കാൻ രുക്മിണി സ്വയംവരം പാട്ട് പാടുമായിരുന്നു. അപ്പൊ ഈ രുക്മിണി സ്വയംവരം, ഭാഗവതത്തിലെ രുക്മിണി സ്വയംവരത്തിന്റെ കഥ അതേപടി വിസ്തരിക്കുന്നതാണ്. അപ്പൊ ഇതിനൊരു പ്രത്യേകതയുള്ളത്, ഇത്ര വരികൾ കഴിയുമ്പോൾ നാമസങ്കീർത്തനം വേണം എന്ന് നിബന്ധനയുണ്ട്. ഇത് അതിന്റെ ഒരു ചടങ്ങാണ്, ഒരു ക്രമീകരണമാണ്. ആ ഭഗവാന്റെ നാമസങ്കീർത്തനം 2 വരി നാമങ്ങളായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും കഥയിലേക്ക് പോകും, വീണ്ടും 2 വരി നാമം വരും, വീണ്ടും കഥയിലേക്ക് പോകും. ഇങ്ങനെ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ഈ വഴിപാട്ടുകാരന് ഗുണം കിട്ടുള്ളൂ. അതിനാ അങ്ങനെ ചെയ്യുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാനിത് അന്വേഷിച്ചിരുന്നു, ഇങ്ങനെ ഒരു സിസ്റ്റം ഇപ്പൊ നിലവിലുണ്ടോ. എനിക്കറിയാൻ കഴിഞ്ഞത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വലിയ പരിജ്ഞാനമൊന്നുമില്ല എന്നാണ്. നമ്മൾ ഈ ഭക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാമ്യഭക്തിയാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കുക, അത്രേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. രുദ്രാക്ഷമാല ഇട്ടുകൊണ്ട് ആരെയെങ്കിലും കണ്ടാൽ അയാൾ ഭക്തനാണെന്ന് പറയും. ഊണൂരിട്ടുകൊണ്ട് കണ്ടാൽ പറയും ഭക്തനാണെന്ന് പറയും. താടി വളർത്തിയ ഭക്തനാണെന്ന് പറയും. ഭക്തിയെ കുറിച്ച് എന്തറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ സംസാരിക്കുന്നത്? ഇതും ഭക്തിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് ബാഹ്യമായ ഓരോ പ്രകടനങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. ആന്തരികമായ നിങ്ങളുടെ സമൃദ്ധിയുമായി ഈ ബാഹ്യ പ്രകടനങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. വലിയ അവധൂതന്മാരുണ്ട്. അവധൂതന്മാർ സഞ്ചരിക്കുന്നത് യാതൊരു വിധത്തിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ്. ഒരു വിധത്തിലും തിരിച്ചറിയത്തില്ല. ഓച്ചറ ചില സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവധൂതന്മാരെ കാണാം. അവിടെ ചുമ്മാ ഈ കുഴിയിൽ ഓടക്കകത്ത് കിടക്കുന്നത് കാണാം. ഒരിക്കൽ അന്തരിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉപേന്ദ്രനാഥ കുറുപ്പ് സാർ എന്നോട് പറഞ്ഞു, അതേ ഇലക്ഷൻ എന്ന സമയത്ത് ജയിക്കാൻ വേണ്ടി പ്രഭാകര സിദ്ധയോഗിയെ കാണാൻ അദ്ദേഹം ഓച്ചറയ്ക്ക് പോയി.
ആരോ പറഞ്ഞു കൊടുത്തു പ്രഭാകര സിദ്ധയോഗി ഓച്ചിറ ഓടയ്ക്കകത്ത് എവിടെയും കാണും എന്ന് അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി പോയതാണ്. അദ്ദേഹം 3-4 പേര് ഒരുമിച്ച് കൂടി. കൂടെ ആരാ പോയതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു അതിലൂടെല്ലാം ഇങ്ങനെ നടന്നു, അതിനകത്തൂടെല്ലാം ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കക്ഷി പറഞ്ഞു പ്രഭാകര സിദ്ധയോഗിയാണ് ഉണ്ടിക്കാവിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു. ഇദ്ദേഹം നേരെ ഉണ്ടിക്കാവിലേക്ക് പോയി. അവിടെ നിന്നപ്പോൾ ശരിയാണ്, പ്രഭാകര സിദ്ധയോഗി അവിടെ ഉണ്ട്. അദ്ദേഹം രവീന്ദ്രനാഥ് സാറിനെ കണ്ടതും ചാടി എഴുന്നേറ്റ് ഓടടാ എന്ന് പറഞ്ഞു. ഓടടാന്ന് പറയുകയും ഇദ്ദേഹം തിരിച്ചിട്ട് പോവുകയും ചെയ്യും. അവധൂതന്മാരെ ഓടാൻ പറയുമ്പോൾ ഭയന്നു പോകുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടെങ്കിലാണ്, ഇല്ലെങ്കിൽ ഭയം തോന്നുകയില്ല. ഇദ്ദേഹം ഇങ്ങനെ ഓടിപ്പോന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇലക്ഷനിൽ ജയിക്കാനുള്ള അനുഗ്രഹം കിട്ടിയതുമില്ല, ജയിച്ചതുമില്ല. എനിക്ക് നേരിട്ടറിയാവുന്ന മറ്റൊരു കേസ്, അത് അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഇതുപോലെ ഈ ഓച്ചിറ 12 വിളക്കിന് അദ്ദേഹം അവിടെ വരുമായിരുന്നു. ഇപ്പൊ വരുമെന്നാണ് അദ്ദേഹത്തിന്റെ ഭക്തന്മാർ ചിലർ പറയുന്നത്, അതറിയില്ല. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും കൂടെ അദ്ദേഹത്തെ കാണാൻ ചെന്നു. അപ്പൊ ഇദ്ദേഹം ഓടയ്ക്കകത്ത് കിടക്കുക, തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അറിയാവുന്ന ഒരാളവിടെ ഉണ്ടായിരുന്ന ആളിനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് ചെല്ലുന്നത്. അപ്പൊ ഇവർക്ക് 2 ദിവസം കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ സ്തനാർബുദത്തിന് ശസ്ത്രക്രിയയാണ്. എനിക്ക് കക്ഷിയുടെ വീടുമായിട്ട് നല്ല ബന്ധമാണ്, എനിക്കറിയാൻ നേരിട്ട്. അപ്പോൾ ഇത് ശസ്ത്രക്രിയ ഇല്ലാതെ നടക്കില്ല, ശസ്ത്രക്രിയ നടത്തിയാലും എത്ര ദിവസത്തേക്കെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനാണ് പ്രഭാകര സിദ്ധയോഗിയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നത്. അദ്ദേഹം അവിടെ വന്ന് ഇങ്ങനെ തപ്പി നടന്നു. കുറെ നേരം തപ്പി നടന്നപ്പോൾ അവിടെയുള്ള ഒരാൾ ചോദിച്ചു, എന്താ നിങ്ങൾ തപ്പി നടക്കുന്നത്? അത് പ്രഭാകര സിദ്ധയോഗിയെയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇവരെ വിളിച്ചുകൊണ്ട് ആ ഓടയ്ക്കകത്തേക്ക് പോയി ബന്ധത്തെ ഈ ഓടയ്ക്കകത്ത് കിടക്കുന്ന ആളാണ്. പെട്ടെന്ന് സിദ്ധയോഗി, പ്രഭാകര സിദ്ധയോഗി അവിടെ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം ഇങ്ങോട്ട് അടുക്ക വന്നിട്ട് കൊള്ളാമല്ല 2 എണ്ണത്തിനെയും കൂടെ കണ്ടത് എന്ന് പറഞ്ഞ സ്ത്രീയുടെ സ്ഥലങ്ങളിൽ കയറി വിളി വെച്ചു. അവർക്ക് ആകെപ്പാടെ അനുഗ്രഹം ചോദിച്ചു വന്നതാണ്. അപ്പൊ ഇതൊരു വൈക്ലഭ്യം ഉണ്ടാക്കി. അവർ തൊഴുക പോലും ചെയ്യാതെ 2 പേരും തിരിച്ചു പോകും. ഇതാ സ്ത്രീയുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു വിവരം. അവർ തിരിച്ചു പോകും. അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഇതുപോലുള്ള യോഗികളെ ഒന്നും കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ അടുത്ത ദിവസം പോയി ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായിട്ടുള്ള പരിശോധനകളിലേക്ക് പോയി. ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായിട്ടുള്ള പരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് സ്ഥലങ്ങളിൽ ആ ട്യൂമർ ഇല്ല, അത് പോയി. അപ്പൊ ഇത് നടന്നത്, ഇതൊരു ശസ്ത്രക്രിയയാണ് നടത്തിയിരിക്കുന്നത്. ഇതൊരു കൃപയുടെ ഭാഗമാണ്. അപ്പോ അതിദിവ്യന്മാരായ മഹാപുരുഷന്മാർ സ്പഷ്ടമായും അസ്പഷ്ടമായും വിഹരിക്കുന്ന സ്ഥലമാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ. ഇതാണ് ഒരു പ്രത്യേകത. നമ്മളതിന് പ്രഭാകര സിദ്ധയോഗിയെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നു കണ്ടാൽ നിങ്ങൾ ഭക്തനാണെന്ന് പറയില്ല, ഭ്രാന്തനാന്ന് പറയും. അപ്പൊ വസിഷ്ഠ ഗുഹയിൽ ഉണ്ടായിരുന്ന പുരുഷോത്തമാനന്ദ സ്വാമി കുറെ വർഷങ്ങൾക്ക് മുമ്പ് പുല്ലാട്ട് വൈദ്യൻ എന്ന് പലരും കേട്ടിട്ടുണ്ടാകും. പഴയ തലമുറയിൽപ്പെട്ടവർ. കൊട്ടാരം വൈദ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഭജന നടക്കുക. അദ്ദേഹം പുരുഷോത്തമാനന്ദ സ്വാമി വരുന്നതല്ലേ, വലിയ ദിവ്യനായ ആളാണ്, ഭജന നടക്കുന്നതാണ്. അപ്പോൾ അവർ ആഞ്ഞു ഭജിക്കാൻ തുടങ്ങി. പുരുഷോത്തമാനന്ദ സ്വാമി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വൈദ്യനോട് പറഞ്ഞു, അമ്മമാരോട് ജപം നിർത്താൻ പറയുന്നു. അങ്ങനെ ഒരിക്കലും പുരുഷോത്തമാനന്ദ സ്വാമി പറയുകയില്ല. ഈ നാരായണ എന്ന വാക്ക് കേട്ടാൽ പെട്ടെന്ന് ഹർഷോന്മാദത്തിലേക്ക് പോകുന്ന, നിരുദ്ധകണ്ഠനാകുന്ന സ്വഭാവമുള്ള ആളായിരുന്നു പുരുഷോത്തമാനന്ദ സ്വാമി. പുരുഷോത്തമാനന്ദ സ്വാമിയാണ് പറയുന്നത് അവന്മാരോട് ഭജന നിർത്താൻ പറയാൻ. അപ്പൊ വൈദ്യന് ആകപ്പാടെ അന്തം വിട്ടു. വൈദ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ നിർത്താൻ പറയുന്നത്? ഒരു കാര്യം ചെയ്യും, എന്നെ തൊട്ടുകൊണ്ട് അവരുടെ ഭജന കേൾക്കാൻ പറഞ്ഞു. വൈദ്യൻ സ്വാമിയെ തൊട്ടുകൊണ്ട് ആ ഭജന കേട്ടപ്പോഴാണ് അതിന്റെ ഗുണിതം മനസ്സിലായത്. ഈ ഭജന കേൾക്കുന്നതിന് വൈദ്യന്റെ ശരീരത്ത് മണ്ണ് വാരി ആരോ എറിയുന്നത് പോലെ തോന്നുക. ഒരു ഭക്തിയുമില്ലാതെ വെറും ചുമ്മാ യാന്ത്രികമായിട്ട് നമ്മൾ ജപിച്ചു പോകുന്നു. നമ്മുടെ പാട്ടുകൾ മുഴുവൻ അങ്ങനെ, നമ്മുടെ ഭജനകൾ മുഴുവൻ ഇങ്ങനെ നടക്കുക. ഹൃദയം കൊണ്ട് നമ്മൾ സമീപിക്കുന്നില്ല ഈശ്വരനെ, വാക്കുകൊണ്ടുള്ള സമീപനം മാത്രമേ ഉള്ളൂ.
ക്ഷേത്രങ്ങളിൽ പോകുന്നത് അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ ആദ്യം വരുന്നവൻ ചെയ്യുന്നത് വഴിപാടിന്റെ ലിസ്റ്റ് നോക്കും. വഴിപാട് ലിസ്റ്റിനകത്ത് നോക്കിയിട്ട് ഇന്ന കാര്യമാണെങ്കിൽ അത് നടത്തിയേക്കാം. ആയുസ്സുക്ത പുഷ്പാഞ്ജലി, ആയുസ്സിന് നല്ലതാ, ആയുസ് ഇരിക്കട്ടെ, ഉടനെ ഒരു ആയുസ്സുക്തം പുഷ്പാഞ്ജലി നടത്തിയേക്കാം. ശത്രു സംഹാരമാണ് ഏറ്റവും, ഒരു തിരുവേനി ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ വരുന്നത് ശത്രു സംഹാരമാണ്. ഇവർക്ക് ശത്രുക്കളേ ഉള്ളൂ, ഒരു പ്രേമവും കാരുണ്യവുമില്ല. സകല മഹാഗുരുക്കന്മാരും പറയുന്നത് പ്രേമവും കാരുണ്യവുമാണ് ഭക്തിയുടെ അടിസ്ഥാനം എന്നാണ്. ഈ പ്രേമവും നമുക്കില്ല, കാരുണ്യവുമില്ല. ബാക്കിയുള്ള എല്ലാ ബാഹ്യമായ ആഡംബരങ്ങളുമുണ്ട്. രണ്ടാമത് ജ്ഞാനമില്ല. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും ആചാര്യനെ സമീപിച്ചെങ്കിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു കാര്യം എന്തിന് ജപിക്കണം, എങ്ങനെ ജപിക്കണം, എങ്ങനെ ക്ഷേത്ര ദർശനം നടത്തണം, ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. വെറുതെ വീട്ടിലിരുന്നു കൊണ്ട് ജപിച്ചാൽ മതി. പക്ഷെ ജപത്തിന് ഒരു ക്രമമുണ്ട്, ജപവിധാനം എന്ന് പറയും. ഇത് നമ്മളെ ബാധിച്ചിട്ടില്ലേ? ഇത് പലരും ചോദിക്കാറുണ്ട്. വള്ളം ഒരിക്കലൊരു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് ഒരു കക്ഷി എഴുന്നിട്ട് ഇത് ചോദിച്ചതാണ്. ആരംഭ ഈ വള്ളം തൊഴിയുന്നതും വള്ളത്തിന് സദ്യ കൊടുക്കുന്നതും എങ്ങനെയാണ് ആധ്യാത്മികതയുമായിട്ട് ബന്ധപ്പെടുന്നത്? ഇത് പലരും അങ്ങനെ പറയാറുണ്ട്. ഭക്തിക്ക് രണ്ട് ഭാവങ്ങളുണ്ട്. ഇത് വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ അലങ്കാരം, തത്വം എന്ന് രണ്ട് അവസ്ഥകളുണ്ട്. അലങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് എവിടെ വരെ ചെന്നെത്താൻ കഴിയുമോ അവിടെ വരെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന പ്രവൃത്തികൾക്ക് പറയുന്ന പേരാണ് അലങ്കാരം. ഇത് പ്രവൃത്തിയിലുമുണ്ട് അലങ്കാരം, നമ്മുടെ കൃതികളിലുമുണ്ട്. ഭാഗവതം വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും. ഇപ്പൊ ഗജേന്ദ്രമോക്ഷം വായിക്കുമ്പോൾ തോന്നും ഭഗവാൻ എന്തിനാ ഒരു 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 ഗരുഡൻ എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ മണ്ടയ്ക്ക് കയറി വരുന്നത്? ഗരുഡൻ എന്ന് പറയുന്ന സാധനം ചെറുതാ, ഭഗവാന്റെ ആകാരം വലുതല്ലേ, അതിന്റെ കഴുത്തിൽ കയറി എന്തിനാ വരുന്നത്? അപ്പൊ ഒന്നത്. രണ്ട്, 1000 വർഷക്കാലം നിന്ന് തപസ് ചെയ്തു ഗജേന്ദ്രൻ എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പൊ ഈ 1000 വർഷക്കാലം ഒരു ആനയ്ക്ക് ആയുസ്സുണ്ടോ? പിന്നെ മറ്റൊന്ന്, മുതല വിചാരിച്ചാൽ ആനയുടെ പിൻകാലിൽ പിടിച്ച ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മുതല വിചാരിച്ചാൽ ഇത് നടക്കുന്ന കാര്യമല്ല. ഇത് ഞാൻ പല വെറ്ററിനറി സർജന്മാരോടും ചോദിച്ചിട്ടുണ്ട്. മുതലയ്ക്ക് ആനയെ പിടിക്കാൻ പറ്റുമോ? പൂർണ്ണമായും വെള്ളത്തിലാണെങ്കിൽ മുതലയ്ക്ക് വേണമെങ്കിൽ കുറച്ചു ദൂരം വലിച്ചുകൊണ്ട് പോകാം, അത്രയേ പറ്റുള്ളൂ. ആനയെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇതിനകത്ത് എന്താ കിടക്കുക? ഈ ഭാഗവതം വായിക്കുന്നതിന് മുമ്പ് ഭാഗവതത്തെ സംബന്ധിച്ച് മഹാ ആചാര്യന്മാർ എഴുതി വെച്ച വ്യാഖ്യാനങ്ങളുണ്ട്. ശ്രീധരാചാര്യർ, നാരായണാചാര്യർ, ജയദേവാചാര്യർ, ഇവരുടെയൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. അതിനകത്ത് ഇതിന്റെ തത്വം പറയുന്നു. അപ്പൊ അലങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി ഋഷീശ്വരന്മാർ ഒരു കഥ നിബന്ധിക്കുന്നു. ഈ ഗജേന്ദ്രമോക്ഷം അതുപോലെ ഒരു കഥ നിബന്ധിച്ചതാണ്. ഭക്തായ യഥാ കഥ എന്നാണ് സമീക്ഷാസൂത്രം പറയുന്നത്. ഭക്തന്മാർക്ക് കഥ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, വേറൊന്നും പറയണ്ട. ഇത് ആചാര്യന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്. ഗുരുക്കന്മാർ ആചാര്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ പോയി എവിടെങ്കിലും ഭാഗവതത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭക്തന്മാർക്ക് കഥ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, അവർക്ക് കഥ കേട്ടാൽ മതി. കുറച്ചുകൂടെ അവർ ആധ്യാത്മികമായി ഉയർന്നു കഴിയുമ്പോൾ ആർത്തായ പ്രാണവിനിയോഗം, ഇത് വായിച്ചാൽ പരിസരത്തിലും നിങ്ങളുടെ ഉള്ളിലും എന്ത് പ്രാണ ഊർജമാണ് ഉണ്ടാവുന്നത് അത് പറഞ്ഞു കൊടുക്കണം. അതിനാണ് ആർത്തായ പ്രാണവിനിയോഗം എന്ന് പറയുക. ഇനി മൂന്നാമത്, ജ്ഞാനികളാണ് വരുന്നത്, അറിവ് ആഗ്രഹിക്കുന്നവരാണ് വരുന്നതെങ്കിൽ അവന് തത്വം പറഞ്ഞു കൊടുക്കണം. അപ്പൊ തത്വം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്ത് ആചാര്യന്മാർ പറയുന്നത് വിഷ്ണു എന്ന് പറഞ്ഞാൽ പരബ്രഹ്മമാണ്, സർവവ്യാപിയാണ്. ഈശ്വരൻ സർവവ്യാപിയാണെന്നതാണ് നമ്മുടെ ആശയം. അപ്പൊ ഈശ്വരൻ സർവവ്യാപിയാണെങ്കിൽ വിഷ്ണു എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ സർവവ്യാപിയാണെന്നാണ്. വിഷ്ണു വ്യാപ്തവും എന്നാണ് പ്രമാണം. അപ്പൊ ഇത്ര സർവവ്യാപിയാണ് വിഷ്ണു എങ്കിൽ അദ്ദേഹം എന്തിന് ഒരു പക്ഷിയുടെ മേലേറി വരണം?
അപ്പൊ ഇവിടെ ഗരുഡൻ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഗരുഡൻ എന്നുള്ളതിന്റെ നിഷ്പത്തി ഗരു ജ്ഞാനി, ജ്ഞാനമാണ് ഗരുഡൻ. ഇത് തത്വം അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോ ഗരുഡൻ എന്ന് പറയുന്നത് ജ്ഞാനമാണ്. വിഷ്ണു എന്ന് പറയുന്നത് സർവവ്യാപിയായ ഈശ്വരതത്വം, പരബ്രഹ്മമാണ്. ഈ 4 കൈകളോടെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത് മുഴുവൻ പരബ്രഹ്മത്തെയാണ്. അപ്പൊ ഈ കൃഷ്ണനെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. കൃഷ്ണൻ ഗുരുവും വിഷ്ണു പരബ്രഹ്മവുമാണ്. വിഷ്ണുവിന്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചുകൊണ്ട് കൃഷ്ണനെയാണ് നമ്മൾ ആരാധിക്കുക. ഇതൊരു പ്രത്യേക ടെക്നിക്കാണ്. ഗുരുക്കന്മാരെ ആരാധിച്ചാൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമുണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് ഓരോ രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷ കിട്ടണമെങ്കിൽ ഗുരുസങ്കല്പത്തിൽ ആരാധിച്ചെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ ഗുരുസങ്കല്പത്തിൽ ആരാധിച്ചാൽ മോക്ഷമാർഗത്തിലേക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല. കുറച്ചൊരു ദൂരം വരെ മോക്ഷമാർഗത്തിലേക്ക് പോകാൻ പറ്റും. ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് പോകാൻ പറ്റില്ല. അതിനാണ് ഋഷീശ്വരന്മാർ മഹാവിഷ്ണുവിന്റെ രൂപം പ്രതിഷ്ഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൃഷ്ണനിൽ നിന്ന് തുടങ്ങിയാൽ മതി. തുടങ്ങിയിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നു പോയിക്കോളൂ. വളർന്ന് ആത്മീയമായി ഉയർന്ന് പരബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം വരെ എത്തും. മറ്റൊരു വഴി തേടേണ്ടതില്ല. അതിനാണ് വിഷ്ണുവിന്റെ മൂർത്തിയിൽ കൃഷ്ണനെ ആരോപിച്ച് നമ്മൾ ആരാധന നടത്തുന്നത്. ഇതിനെ മിശ്രം എന്നാണ് ആചാര്യന്മാർ പറയുക. അപ്പൊ ഇതിലെ അലങ്കാരം എന്ന് പറയുന്നത് പുറമേക്ക് ഭക്തന്മാർക്ക് ഭക്തി വർദ്ധിക്കാൻ വേണ്ടി കൊടുക്കുന്ന ടെക്നിക്കുകളാണ്. അപ്പൊ ഈ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആ സാധനം അതുപോലെ നടന്നതല്ല. അതൊരു അലങ്കാരമാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഋഷീശ്വരന്മാർ എഴുതി വെച്ചിരിക്കുന്ന അലങ്കാരമാണ് ഈ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാം ദുരിതമുണ്ടെങ്കിൽ ആചാര്യന്മാർ ഇത് വായിച്ച് മനസ്സിലാക്കാൻ പറയുക. അതിരുന്ന് വായിച്ചാൽ മതി എന്ന് പറയും. അതേസമയം ഭക്തന്മാർക്കാണെങ്കിൽ നിങ്ങൾ ആ കഥയെ മനസ്സിലാക്കിയാൽ മതി, വേറൊന്നും പറഞ്ഞു കൊടുക്കുകയില്ല. ജ്ഞാനം വേണം എന്നാഗ്രഹിക്കുന്നവനാണ് ഇതിന്റെ അന്തരാർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ അന്തരാർത്ഥങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ആശയക്കുഴപ്പം ഉണ്ടാവും. അപ്പൊ ഈ എന്തിനാണ് ഈ പാട്ട് പാടിക്കൊണ്ട് ഇതിങ്ങനെ തുഴയുന്നത്? പാട്ട് പാടിക്കൊണ്ട് തുഴയുന്നത് അതിനകത്തെ താളം ഏതോ അജ്ഞാതരായ ഭക്തന്മാരാണ് ഇത് കൃതികൾ രചിച്ചിരിക്കുന്നത്. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയതുപോലെ, അല്ലെങ്കിൽ വ്യാസൻ ഭാഗവതം രചിച്ചതുപോലെ, ഏതോ ആറന്മുള ഹംസപ്പാട്ട് രചിച്ചതുപോലെ ഏതോ അജ്ഞാതരായ ആത്മീയ ഉപാസകന്മാരാണ് ഈ വള്ളപ്പാട്ട് മുഴുവൻ എഴുതിയിരിക്കുന്നത്. ചെങ്കട്ടുവണത്തെ സ്വാമി ഒരിക്കൽ എന്നോട് പറഞ്ഞു, വഞ്ചിപ്പാട്ട് എഴുതിയിരിക്കുന്നതിൽ ഒരെണ്ണം ഭക്തന്മാർ എഴുതിയതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നളചരിതം എഴുതിയിരിക്കുന്നത് ഉപാസകന്മാരല്ല എന്ന് പറഞ്ഞു. എനിക്ക് അന്നാ പറഞ്ഞത് മനസ്സിലായില്ല. പിന്നീട് ഞാനത് ശ്രീ സുരേഷ് എനിക്കതിൻ്റെ ആ സ്ക്രിപ്റ്റ് അയച്ചത്. അപ്പോഴാണ് ഞാനത് നോക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഉപാസകന്മാർ എഴുതിയതല്ല. അപ്പൊ അതിന്റെ ആ ഒരു രസം കിടക്കുന്ന പാട്ടുകൾ ഏറിയ കൂടും ഓരോ കരക്കാരും പാടുന്നത് നളചരിതമല്ല. പ്രധാനമായിട്ടും ഭീഷ്മപർവവും സന്താനഗോപാലവുമാണ്. സന്താനഗോപാലം വളരെ കുറച്ചേ പാടാറുള്ളൂ. ഭീഷ്മപർവമാണ് കൂടുതൽ പാടുന്നത്. അപ്പൊ ഈ ഭീഷ്മപർവത്തിന് ഗുരുക്കന്മാർ ഉപാസകന്മാർക്ക് ഹിമാലയത്തിന്റെ അധിത്യകളിൽ ഗുരുക്കന്മാർ ഉപാസകന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഭീഷ്മപർവം ഉപാസന ചെയ്യാൻ പറയും. ഈ മഹാഭാരതത്തിലെ ചില ഭാഗവതത്തിലെയും മറ്റും ചില പ്രത്യേക അധ്യായങ്ങളുണ്ട്. ഇത് ഉപാസനയ്ക്ക് ഉപയോഗിക്കും. നിശബ്ദമായ ഉപാസനയ്ക്കാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സാധാരണഗതിയിൽ കരുതുന്നത് വിഷ്ണു സഹസ്രനാമം നമ്മൾ ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഉപാസകന്മാർ ഉപയോഗിക്കുന്ന വേറൊരു സാധനം ഭാഗവതത്തിനകത്തുണ്ട്. ഗോപികാഗീതം എന്ന് പറയുന്ന സാധനം. ഇത് നിങ്ങൾ ഭാഗവതം സപ്താഹത്തിന് പോയി നിന്നാൽ ഈ ഗോപികാഗീതം നിങ്ങൾക്ക് മനസ്സിലാവുക പോലുമില്ല. കാരണം 7 ദിവസം കൊണ്ട് ഭാഗവതം വായിച്ചു തീർക്കേണ്ടതല്ലേ.
അതുകൊണ്ട് ഈ യജ്ഞാചാര്യന്മാർ ചെയ്യുന്ന പണി പപ്പള പള 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 പപ്പള പള പള നമ്മൾ വായിച്ചു പോകും. നമുക്ക് ഈ വായിക്കുന്ന എന്താണെന്ന് പോലും അറിയില്ല. അത് മൈക്കിൽ കൂടെ ആണ് പ്രധാനമായിട്ടും വായിക്കുക. മൈക്കിൽ കൂടി ഇത് കേട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു അക്ഷരം മനസ്സിലാക്കുക. ഇത് ആചാര്യന്മാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും വ്യക്തിയുടെ ആചാര്യന്റെ കണ്ഠത്തിൽ നിന്ന് കേൾക്കുന്നതിന് മാത്രമേ പ്രാണഊർജം കിട്ടൂ, അല്ലെങ്കിൽ കിട്ടുകയില്ല പ്രാണഊർജം എന്നാണ് പറയുക. അപ്പൊ ഭാഗവതം നിങ്ങൾ കേൾക്കണമെങ്കിൽ ആ ഈ വായിക്കുന്ന ആളിന്റെ കണ്ഠത്തിൽ നിന്ന് കേൾക്കണം. അത് കേൾക്കാവുന്ന പരിസരത്ത് വന്നിരിക്കണം. നമ്മൾ ഭാഗവതം കേൾക്കാനല്ലല്ലോ വരുന്നു. പലപ്പോഴും ഈ സദ്യക്കാണ് പ്രാധാന്യം കൊടുക്കുക. സദ്യക്കുള്ള പ്രാധാന്യം രണ്ടാമതാണ് വരിക. ആദ്യം അധ്യാത്മജ്ഞാനത്തിനാണ് പ്രാധാന്യം വരിക, ഭാഗവതത്തിനാണ് പ്രാധാന്യം. അതിനോട് ചേർന്നുള്ള സദ്യക്കല്ല. സദ്യയുടെ ഒരു പ്രത്യേകത വരുന്നത് ഇതിനൊരു വലിയ കൊനഷ്ടുണ്ട്. സാധാരണഗതിയിൽ ആചാര്യന്മാർ ഇത് പബ്ലിക്കിൽ പറയാറില്ല. ഇത് ഒരാൾ അയാളുടെ എന്തെങ്കിലും ഒരു ദുരിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു ഭാഗവത സപ്താഹം നടന്നു എന്ന് വിചാരിക്കുക. നടക്കുന്നിടത്ത് അദ്ദേഹം ഒരു ഇന്നത്തെ സദ്യ എൻ്റെ വക എന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ ആ നോട്ടീസിനകത്ത് വെച്ചടിക്കും, കുഞ്ഞിരാമൻ വകയാണ് ഇന്നത്തെ സദ്യ, അദ്ദേഹമാണ് സമർപ്പിക്കുന്നത്. ഇത് മാത്രവുമല്ല, ഉച്ചയ്ക്ക് ഈ സദ്യ വിളമ്പുന്ന സമയത്ത് കുഞ്ഞിരാമനെ വിളിച്ച് അയാളെ കൊണ്ട് ഒരു ഇലയിൽ വിളമ്പിക്കും. ആ വിളമ്പിച്ചതിന് ശേഷമേ ബാക്കിയുള്ളവർക്ക് വിളമ്പുള്ളൂ. ഇതിന്റെ കൊനഷ്ടം എന്താണെന്നറിയാമോ? അയാളുടെ ദുരിതം തീരാൻ വേണ്ടിയാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇയാളിത് ഭഗവാന് സമർപ്പിച്ചിട്ടില്ല. ഭഗവാന് സമർപ്പിച്ചിരുന്നെങ്കിൽ അയാളുടെ പേര് അവിടെ വരില്ലായിരുന്നു. അയാളുടെ പേര് കൊടുക്കുകയില്ല. ഭഗവാന് സമർപ്പിച്ചത് പിന്നെ അയക്കുന്ന പേര്, അയാൾക്ക് പേര് വരേണ്ട കാര്യമില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല ചെയ്യുക. സമർപ്പിക്കുന്നവന്റെ പേര് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെക്കും. ഇങ്ങനെ എഴുതി വെച്ചാൽ സംഭവിക്കുന്നത്, ആ സദ്യ കൊടുക്കുന്നവന്റെ കർമ്മങ്ങൾ എന്ത് ദുരിതം തീരാൻ വേണ്ടിയാണോ ഇത് സദ്യ കൊടുക്കുന്നത്, ഇത് കഴിക്കുന്ന നിങ്ങളിൽ അത് ഭാഗിക്കപ്പെട്ടു കൊടുക്കും. അതിന്റെ കുറെ അംശം നിങ്ങൾക്കും കിട്ടും. കഴിച്ചു പോയെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഭാഗം കിട്ടും. ഇത് വ്യക്തമായും അവ്യക്തമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് തിരിച്ചു വരും. ഇതിന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാന് സമർപ്പിക്കുന്നത് നേരിട്ട് ഭഗവാന് സമർപ്പിക്കുക. പിന്നെ നിങ്ങൾ അതിന്റെ മണ്ടയ്ക്ക് ആളാകാൻ പോകരുത്. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞാനാണ് സമർപ്പിച്ചത് എന്ന് ഭാവിക്കരുത്. നിങ്ങളുടെ പേര് കൊടുക്കരുത്, ഭാവിക്കരുത്. പിന്നെ അത് ഭഗവാന്റേതാണ്. ഭഗവാനാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് കഴിക്കാം, ഒരു കുഴപ്പവും വരികയില്ല. അത് ഔഷധത്തിന്റെ ഗുണം ചെയ്യും. അല്ല, വ്യക്തിയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അത് ഔഷധത്തിന്റെ ഗുണം ചെയ്യില്ല. ഇതാണ് ഭക്തിയുടെ പ്രാധാന്യം വരിക. അപ്പൊ ഇത് പലപ്പോഴും പഴയ കാര്യങ്ങൾ കാലത്ത് ഈ വള്ളസദ്യയെ പറ്റി നടത്തുമ്പോൾ ഇത് ആരാ നടത്തുന്നതെന്ന് ആരോടും പറയില്ലായിരുന്നു. ഒരുപക്ഷെ അധികാരികൾക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കാം. എന്നാൽ ഇത് അറിയേണ്ടവർ അറിയാതിരിക്കരുത്. നടത്തിക്കഴിഞ്ഞാൽ അത് ഭഗവാന് സമർപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നയാളാണ് നടത്തുന്നത്, ഇന്ന കാര്യത്തിനാണ് നടത്തുന്നത് എന്ന് പറയേണ്ട കാര്യമില്ല. അതിന്റെ അർത്ഥം അയാൾ സമർപ്പിച്ചിട്ടില്ലെന്ന്. അപ്പൊ അത് പറയാതാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ വള്ളസദ്യ ഉണ്ടാൽ അത് ഔഷധത്തിന്റെ ഗുണം ചെയ്യും. ഈ പാട്ടിന്റെ പ്രത്യേകത ഏതാണ്? ഓരോ ഈരടികൾ കഴിയുമ്പോഴും ഭഗവാന്റെ നാമം വരും. ഈ നാമത്തിലാണ് ശക്തി കിടക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ പ്രത്യേക പർപ്പസിനും ഓരോ പാട്ടാണ് പാടുന്നത്. ഇത് പറഞ്ഞത് അതുകൊണ്ടാണ്. കുട്ടികൾ ഉണ്ടാവാൻ സന്താനഗോപാലം പാടും, ക്ലേശങ്ങളിൽ നിന്ന് ഹരണം കിട്ടാൻ ഗജേന്ദ്രമോക്ഷം പാടും. ഗജേന്ദ്രമോക്ഷം ഇപ്പൊ ലഭ്യമല്ല. അതുപോലെ ഭീഷ്മപർവമാണ് ഭൂരിപക്ഷം കാര്യങ്ങൾക്കും നടക്കുക. വിവാഹം നടക്കാനാണെങ്കിൽ രുക്മിണി സ്വയംവരത്തിന്റെ പാട്ടുണ്ടായിരുന്നു. അതിന്റെ ഒന്ന് രണ്ട് വരികൾ എൻ്റെ എനിക്ക് കാണാതറിയാമായിരുന്നു. ശാന്തിക്കാണെങ്കിൽ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 60-ാമത്തെ അധ്യായമുണ്ട്. കർഹിജിത് അധ്യായം എന്നാണ് പറയുക. ഏതാണ്ട് 40-ഓളം ശ്ലോകങ്ങൾ വരും. ദാമ്പത്യ പ്രശ്നങ്ങളിലോ കുടുംബ പ്രശ്നങ്ങളിലോ അതിന് പരിഹാരമായി ആചാര്യന്മാര് നിർദ്ദേശിക്കുന്നത് ഈ കർഹിജിത് അധ്യായം. അത് വായിക്കാൻ പറയും, മിനിറ്റ് വെച്ച് ഫലം ചെയ്യും. ഈ കർഹിജിത് അധ്യായം എന്ന് പറയുന്നത് കൃഷ്ണൻ രുക്മിണിക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. ഈ സാധനം വഞ്ചിപ്പാട്ടിന്റെ രൂപത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മ വേണം. ഈ വഞ്ചിപ്പാട്ടിൽ ഒരെണ്ണം പോലും എഴുതിയത് ആരാണെന്ന് സൂചിപ്പിച്ചിട്ടില്ല. ഇത് എഴുതി ആരോ ഭഗവാന് സമർപ്പിച്ചതാണ്.
ഞാൻ വായിച്ചിട്ടുള്ള വഞ്ചിപ്പാട്ടുകളിൽ ഒരെണ്ണം പോലും എഴുതിയ ആളിന്റെ പേരില്ലാത്തത് അത് ഭഗവാന് സമർപ്പിച്ചതുകൊണ്ടാണ് അതിന് ഈ അത്ഭുത ശക്തി വന്നത്. സമർപ്പിക്കുന്നതിന് മാത്രമേ ഈ അത്ഭുത ശക്തി ഉണ്ടാവാറുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഭക്തിയിൽ വഞ്ചിപ്പാട്ട് മുഴുവനും തത്വമല്ല, കാമ്യഭക്തിയാണ് വരിക. അലങ്കാരം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ആചാര്യന്മാർ അലങ്കാരം എന്ന് പറയുന്ന കാമ്യഭക്തിക്ക് വേണ്ടിയാണ് വഞ്ചിപ്പാട്ടുകൾ രചിച്ചിരിക്കുന്നത്. ഭാഗവതമാണെങ്കിൽ അധ്യാത്മശക്തിയും കാമ്യഭക്തിയും രണ്ടിനും ഉതവും. കാമ്യഭക്തി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഉപാസനയ്ക്കാണ് കാമ്യം എന്ന് പറയുക. ബാക്കിയുള്ളതൊക്കെ തത്വമാണ്. അപ്പൊ തത്വഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. മനസ്സുകൊണ്ട് ഭഗവാന്റെ സ്മരണയിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അല്പം പോലും ആ സ്മരണയിൽ നിന്ന് മാറാൻ കഴിയാത്ത അവസ്ഥ വിരഹം എന്നാണ് പറയുക. ഇതിനെ വലിയ ഉപാസകന്മാർ ഇതിന് വിരഹം എന്നാണ് പറയുക. ഇത് പറയുന്നത് കുട്ടിയെ അമ്മ കൊണ്ടുവന്ന് കുട്ടിയെ കിണറ്റുകരയിൽ ഇട്ടിട്ട് അവരോരോ ജോലി ചെയ്യാൻ പോയാൽ അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ കുട്ടിയിലായിരിക്കും. അതുപോലെ ജീവിതത്തിന്റെ ക്ലേശങ്ങളിലൂടെയും സുഖങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് ഭഗവാനായിരിക്കും. ബാക്കിയുള്ളത് മുഴുവൻ താൽക്കാലികമാണ്. നിങ്ങളുടെ ശരീരത്തെ ആശ്രയമാക്കി നിൽക്കുന്നത്. നിങ്ങളുടെ ബോഡി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവാനെ നമ്മൾ ഋഷികേശൻ എന്ന് വിളിക്കാറുണ്ട്. ഈ പല വള്ളപ്പാട്ടിലും ഈ ഋഷികേശൻ എന്നുള്ള വാക്ക് ആവർത്തിക്കുന്നു. ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള വള്ളപ്പാട്ടുകളിൽ മുഴുവനുണ്ട്. ഋഷീകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളും ശരീരവുമാണ്. 10 ഇന്ദ്രിയങ്ങളുണ്ട്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. ഈ 10 ഇന്ദ്രിയങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ ശരീരം മുക്തമാകും. അപ്പൊ ഋഷീകം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് ഒരു വിധത്തിൽ അർത്ഥം. ഈ ശരീരം അതിന്റെ ഈശ്വരനെയാണ് ഋഷികേശൻ എന്ന് പറയുക. അതായത് മൊത്തം ഈ ഉപകരണത്തിന്റെ അധീശൻ. അങ്ങനെ ഭഗവാനെ വിളിക്കാൻ കാര്യം എന്താ? കാര്യം ഈ ശരീരം നിങ്ങൾക്ക് തന്നു വിട്ടിരിക്കുന്നത് അവനാണ്. ഏത് സമയത്ത് അവൻ തിരിച്ചു വേണമെന്നുണ്ടെങ്കിലും തിരിച്ച് നിങ്ങളോട് മേടിച്ചിരിക്കും. ഇത് വലിയൊരു സിദ്ധാന്തമാണ്. ഭഗവത്ഗീതയിൽ ഈ വാക്ക് ഒരുപാട് തവണ ഉപയോഗിക്കുന്നുണ്ട്. ഋഷികേശൻ. ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിച്ചത് ഈ ഋഷികേശൻ ഇത് നമ്മൾ സാധാരണ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതല്ലല്ലോ ഈ വാക്ക്, പിന്നെ എന്തിനാണ് അതെങ്ങനെ ഉപയോഗിക്കുന്നത്? അവർ അതിന് നിഗൂഢതകളുണ്ട്. ഋഷീകം എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ്. അതിന്റെ അധീശൻ ഭഗവാനാണ്. അതുകൊണ്ടാണ് അവനെ ഋഷികേശൻ എന്ന് വിളിക്കുന്നത്. ഇവൻ തന്നുവിട്ടതായി ശരീരം. എപ്പോ തോന്നിയാലും അവനെ തിരിച്ചു പിടിക്കും. അപ്പൊ ഇവൻ ഈ ശരീരത്തെ ആസ്പദിച്ചാണ് നിങ്ങൾക്ക് അമ്മയും അച്ഛനും ഭാര്യയും ഭർത്താവും കുട്ടികളും സഹോദരങ്ങളും മിത്രങ്ങളും നിങ്ങളുടെ ജോലി സ്ഥലങ്ങളും ജോലികളും മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ഈ ശരീരത്തെ ആസ്പദിച്ചാണ്. ആ ശരീരം നിങ്ങൾക്ക് തന്നതോ അത് ഭഗവാനെ തന്നു, ഋഷികേശനാണ് തന്നത്. നിങ്ങൾ ശരീരം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഈ ശരീരവും നിങ്ങളുമായി ഒരു ബന്ധവുമില്ല. അത് നമ്മൾ കൊണ്ട് കത്തിച്ചു കളയും. ശവം കത്തിച്ചു കളഞ്ഞാൽ പാപമില്ല, നമ്മളത് കത്തിച്ചു കളയും. ആത്മാവ് ശരീരം വിട്ടുകഴിഞ്ഞാൽ അത് അന്തരീക്ഷത്തിലുണ്ടാകും. ഏതാണ്ട് 41 ദിവസം വരെ അന്തരീക്ഷത്തിലുണ്ടാകും. അത് കഴിഞ്ഞാൽ 3 വർഷമോ 7 വർഷമോ വരെ അന്തരീക്ഷത്തിലുണ്ടാകും. അത് ആ മരണത്തെ ആശ്രയിച്ചിരിക്കും. മരണം പുണ്യമൃത്യുവാണെങ്കിൽ പെട്ടെന്ന് ആത്മാവ് 41 ദിവസത്തിന് ശേഷം അടുത്ത ജന്മത്തിലേക്ക് പോകും. അപ്പൊ ഈ ആത്മാവ് അന്തരീക്ഷത്തിലായിരിക്കുന്ന സമയത്ത് അതിന് അച്ഛനുമില്ല, അമ്മയുമില്ല, മകനുമില്ല, സുഹൃത്തുമില്ല, ആരുമില്ല. ഭാര്യയുമില്ല, പിള്ളാരുമില്ല, അല്ലെ ഭർത്താവുമില്ല, പിള്ളാരുമില്ല. ശരീരം എടുത്തു കഴിയുമ്പോഴാണ് അമ്മയുണ്ടാകുന്നത്, അച്ഛനുണ്ടാകുന്നത്, സഹോദരങ്ങൾ ഉണ്ടാകുന്നത്, ജോലിക്കാരുണ്ടാകുന്നത്, സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത്. ഇതുകൊണ്ടാണ് ആചാര്യൻ പറയുന്നത് ഈ ശരീരം നിങ്ങൾക്ക് തന്നവനാരോ അവനുമായിട്ടുള്ള കണക്ഷൻ ശാശ്വതമാണ്. ഇത് ഗീതയ്ക്കകത്ത് പല ഭാഗത്ത് ഉന്നി പറയുന്നുണ്ട്.
ഇത് ശാശ്വതമാണ്. ഈ ബന്ധം ശാശ്വതമായ ഈ ബന്ധത്തെ തിരിച്ചറിയുക, ഇതാണ് പ്രധാനം. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അവനെ വിട്ടിട്ട് നിൽക്കാൻ പറ്റില്ല. ഈ വിട്ടിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെയാണ് ഭക്തി എന്ന് പറയുക. അപ്പൊ ഈ ഭക്തിക്ക് രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന് അലങ്കാരം. അലങ്കാരം എന്ന് പറയുന്നത് നമ്മൾ കഥകൾ വഴിയും പാട്ടുകൾ വഴിയും നമ്മൾ ബാഹ്യമായ നമ്മുടെ ആചരണങ്ങൾ, നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നത്, നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചരണങ്ങൾ മുഴുവൻ അലങ്കാരങ്ങളാണ്. ഭക്തിയുടെ ബാഹ്യഭാവത്തിനാണ് അലങ്കാരം എന്ന് പറയുക. ഈ വള്ളം തുഴയുന്നതും നിങ്ങൾ ആനപ്പുറത്തേറുന്നതും ശിവേലി കൊട്ടുന്നതും ഗരുഡ വാഹനം എഴുന്നള്ളത്ത് നടത്തുന്നത്, ഇതൊക്കെ അലങ്കാര ഭക്തി എന്നാ പറയുക. നിങ്ങളുടെ മനസ്സിൽ ഇത് കാണുമ്പോൾ ഭക്തിഭാവം ഉദ്ദീപിപ്പിക്കണം, അതിനുവേണ്ടി ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക ആധ്യാത്മിക വികസനത്തിന്റെ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ആചാര്യന്മാർ ഇത് പറയില്ല. നീ പോയി അമ്പലത്തിൽ പോയി തൊഴാന്ന് പറയില്ല. ഞങ്ങളുടെ ഗുരു ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഒരു അതിര് വരെ മതി എന്ന് പറയും. അതിര് കഴിഞ്ഞാൽ പിന്നെ ഉപാസനമാ ചെയ്യുക. ശ്രീകോവിലിന്റെ മുമ്പിൽ പോയി തൊഴാനൊന്നും പറയില്ല. ഒരു കാര്യം ചെയ്യും, ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കാൻ പറയും. ആകാവുന്നത്ര പ്രദക്ഷിണം വെക്കാൻ പറയും. നഗ്നപാതനായി ആകാവുന്നത്ര പ്രദക്ഷിണം വെക്കുക. ഇത് ഉപാസനയാണ്. പ്രദക്ഷിണം വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ പ്രാണോർജം അപാരമായിട്ട് വർദ്ധിക്കും. തലയിൽ തൊട്ട് നോക്കിയാൽ ഭയങ്കര ചൂടായിരിക്കും. നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്ന ചുമ്മാ ഒരു കണക്കനുസരിച്ച് പ്രദക്ഷിണം വയ്ക്കുകയുള്ളൂ. ശ്രദ്ധയോടെ അല്ല ഇതൊന്നും ചെയ്യുന്നത്. ശ്രദ്ധയോടെ ചെയ്യാൻ പഠിക്കണം. എന്തിനാ പ്രസാദം വാങ്ങുന്നത്? എന്തിനാ ഇത് നെറ്റിയിൽ ഭൂമധ്യത്തിൽ തൊടുന്നത്? ഭൂമധ്യത്തിൽ തൊടുന്നത് ഇതെല്ലാം ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് പറഞ്ഞു തരാൻ ആളില്ല. ഒന്നാമത്തെ സംഗതി, ഈ ആളില്ലാത്തത് എന്താണ്? നിങ്ങളതിന് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് നിങ്ങൾക്കും താല്പര്യമില്ല. ഇതിപ്പോ വള്ളസദ്യ ഉള്ളത് കൊണ്ടല്ലേ മുമ്പിൽ ഇത്രയും പേരിയ്ക്കുന്നത്. ഇല്ലെങ്കിൽ മതപ്രസംഗമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നിരിക്കും. അയാളുടെ ചുമ്മാ ഏതാണ്ടൊക്കെ കിടന്ന് വിളിച്ച് മനസ്സിലാകാൻ വയ്യാത്തത് വിളിച്ചു പറയുക, അത് പോകണ്ടെന്ന്. ഏതെങ്കിലും രക്ഷിതാക്കൾ മോനെ കുഞ്ഞെ നാമം ജപിക്കടാ വൈകുന്നേരം എന്ന് പറയും. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ അവരത് പറയും. പഠിക്കണ്ട, സന്ധ്യയായാൽ പ്രാർത്ഥിക്കാൻ പറയും. നമ്മുടെ ആൾക്കാർ പറയുകയില്ല, പോയി പഠിക്കടാന്ന് പറയും. സൺഡേ സ്കൂളിലൊന്നും പോകണ്ട, പോയി പഠിക്കടാന്ന് പറയും. ഇങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയാമോ? ജീവിതത്തിന്റെ മഹാരഹസ്യങ്ങളാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത്, നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് നഷ്ടമാകുന്നത്. അപ്പൊ ഈ വഞ്ചിപ്പാട്ടിനെ കുറിച്ചുള്ള ഈ സെമിനാർ, ഇത്തവണത്തെ ഈ സെമിനാർ എന്ന് പറയുന്ന ഒരു അസാധ്യ സംഗതിയാണ്. എനിക്കിതിനെ പുകഴ്ത്താൻ തോന്നുന്നത് ഇതൊരു ബോധവൽക്കരണം ഉണ്ടാകും. എത്ര ദിവസം ഇത് നീണ്ടു നിന്നാലും നമ്മുടെ ആധ്യാത്മിക ജ്ഞാനം ഒരുമാതിരി ശ്രദ്ധയുള്ളവരിലേക്ക് എത്തിക്കാൻ ഇതുകൊണ്ട് സാധിക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പൊ ഇത്രയും നേരം ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയാൻ അസുഖമായിട്ട് കിടന്ന തിരുവാറന്മുളയപ്പന്റെ കാര്യമായതുകൊണ്ട് ഞാൻ ഈ വന്നു മാത്രമേ ഉള്ളൂ, ചികിത്സയിലായിരുന്നു. അത് ഞാൻ ഏതായാലും ഇവിടെ വെച്ച് ഇത് ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ഹരിസ്മരണ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഇത്രയും സമയം നമ്മുടെ ഈ വേദിയിൽ പ്രബന്ധം അവതരിപ്പിച്ച് വഞ്ചിപ്പാട്ടിന്റെ ഭക്തിഭാവം നമ്മളിലേക്ക് പകർന്നു വന്ന ശ്രീ ഗോപാലകൃഷ്ണ വൈദിക് സാറിന് പള്ളിയുടെ സഭാ സംഘത്തിന്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത് ഈ വേദിയിൽ കോടിയാട്ടുകര പള്ളിയോടക്കര വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കുകയാണ്. കോടിയാട്ടുകര വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി കോടിയാട്ടുകര കര പള്ളിയോടക്കരയിലെ പ്രവർത്തകരെ ആദരപൂർവ്വം ക്ഷണിക്കും.